മാവേലിക്കരയിൽ CA അരുൺകുമാർ തന്നെ CPI സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ VS സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, VS സുനിൽകുമാർ, ആനി രാജ ഉള്ളവരുടെ കാര്യത്തിലൊക്കെ പ്രശ്നമില്ലാത്ത തീരുമാനമുണ്ടായെങ്കിലും അരുൺകുമാറിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു കുറച്ച് തർക്കത്തിന് ശേഷം ഒരു പരിഹാരം ഒക്കെ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു, അല്ലേ ഷഫീദ്? ഹഷ്മി, വലിയ തർക്കത്തിനൊടുവിലാണ് മാവേലിക്കരയിൽ CA അരുൺകുമാർ എന്ന പേരിലേക്ക് ഇപ്പോൾ CPI എത്തിച്ചേർന്നത്. നമ്മൾ നേരത്തെ തന്നെ പലതവണ പറഞ്ഞൊരു കാര്യമാണ്. അതായത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ സ്വാഭാവികമായും 3 ജില്ലാ കൗൺസിലുകളുടെ അഭിപ്രായം അറിയണമായിരുന്നു. അതിൽ കൊല്ലം ജില്ലാ കൗൺസിൽ നൽകിയ പേരിൽ അത് പ്രീജ ശക്തിധരന്റെ പേരായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ആളുകളുടെ പേരുകളും ഉയർന്നു വന്നു ജില്ലാ കൗൺസിലിന്റെ അഭിപ്രായമായി. പക്ഷേ അപ്പോഴും ആലപ്പുഴ ജില്ലാ കൗൺസിൽ മാത്രമാണ് CA അരുൺകുമാർ എന്ന പേരിൽ ഉറച്ചു നിന്നത്. എക്സിക്യൂട്ടീവിലടക്കം അതുമായി ബന്ധപ്പെട്ട ചില വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഒടുവിൽ CA അരുൺകുമാർ എന്ന പേരിലേക്ക് എത്തിയത്. കായംകുളം സ്വദേശിയാണ് CA അരുൺകുമാർ. AYFന്റെ നേതാവാണ്. മാത്രമല്ല, ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ തർക്കം ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയടക്കം ബാധിക്കുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞതുപോലെ മറ്റു ചില പേരുകൾ ജില്ലാ കൗൺസിൽ നൽകിയെങ്കിലും പന്ന്യൻ രവീന്ദ്രൻ എന്ന തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പന്ന്യൻ രവീന്ദ്രൻ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ത്രികോണ മത്സരവും ഒരു സ്റ്റാർ മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പന്ന്യന്റെ ജനകീയത, മാത്രവുമല്ല ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ഗുണകരമാകും. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരുന്നു CPIയുടെ മനസ്സിൽ ആലോചിച്ച കാര്യം. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തിയത്. തൃശൂരിൽ ഒറ്റ പേരിലേക്കായിരുന്നു ആദ്യം മുതൽ തന്നെ സംസ്ഥാന നേതൃത്വം ഉണ്ടായിരുന്നത്. VS സുനിൽകുമാർ ആയിരുന്നു. ശക്തമായ ത്രികോണ മത്സരം, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം, കരുത്തരായ മറ്റു 2 പോരാളികൾ. സ്വാഭാവികമായും അവിടെ അത്രയും ജനകീയ സ്വഭാവത്തിലുള്ള മണ്ഡലത്തിന്റെ സ്വഭാവം, മണ്ഡലത്തിലെ ആളുകളെ കൂടുതൽ അറിയാവുന്ന വേരോട്ടമുള്ള ഒരാളെ വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മുഖം പരീക്ഷിക്കണം എന്നുള്ളതായിരുന്നു CPIയുടെ തീരുമാനം. അങ്ങനെ ആ പേര് VS സുനിൽകുമാറിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ളതായിരുന്നു CPIയുടെ ആലോചന. പക്ഷേ അതിനുമപ്പുറത്തേക്ക് വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആനി രാജ എന്ന പേരിലേക്ക് ഇപ്പോൾ CPI ഉറപ്പിച്ചിരിക്കുന്നു. 3 മണിക്ക് സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. അതിനുശേഷം 5 മണിയോടുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഏതായാലും ആ 4 മണ്ഡലങ്ങളിലും CPIക്ക് ആളായിട്ടുണ്ട്. നാളെ CPM സ്ഥാനാർത്ഥി പട്ടികയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നേരത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടിന്റെ പേര് അവർ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ LDFന്റെ സ്ഥാനാർത്ഥി നിർണയം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അപ്പോഴും UDF ഒരുപടി പിന്നിലാണ് എന്നുള്ളതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായി മാറും. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.